ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 46 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങൾ നമ്മുടെ ധ്യാന വിഷയമാക്കുകയാണ്. 46 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അവൻ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്ത് നിന്നിരുന്നു. ഒരുവൻ അവനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ? ആരാണ് എൻ്റെ സഹോദരർ? തൻ്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരരും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ധാരാളം വിമർശനങ്ങൾക്കും ചോദ്യങ്ങൾക്കൊക്കെ ഇടയാക്കിയ വചനഭാഗത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട തലത്തിലേക്കുള്ള ചില ചിന്തകളാണ് നാം ഈ സമയം കാണാൻ പോകുന്നത്. ഇവിടെ അവസാനത്തെ ചോദ്യം ഇങ്ങനെയാണ്, ആരാണ് എൻ്റെ അമ്മ? ആരാണ് എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി? എന്നിട്ട് ഇങ്ങനെ കർത്താവ് അതിന് മറുപടിയും നൽകുന്നു, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം സ്വർഗസ്ഥനായ അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വന്നവനാണ്. നമ്മുടെ വിളിയും അതുതന്നെയാണെന്ന് നമ്മളെ ഈശോ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പറഞ്ഞല്ലോ കർത്താവിനോട്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ഇങ്ങനെയാണല്ലോ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഞങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും നിറവേറണമേ. അങ്ങയുടെ ഇഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ നിറവേറേണ്ടത്, എൻ്റെ ഇഷ്ടമല്ല. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ ഭാഗം നമുക്ക് ഓരോരുത്തർക്കും എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു വിളിയാണ്. അങ്ങനെ ജീവിക്കുന്നവരുടെ സ്ഥാനം ഏതായിരിക്കുമെന്നും കൂടി പറയാനാണ് കർത്താവ് ഈ ഭാഗം ഉപയോഗിച്ചത്. അവർക്ക് ഈ അമ്മയുടെ സ്ഥാനം, അവർക്ക് അമ്മയുടെ സ്ഥാനം, അല്ലെങ്കിൽ കർത്താവായ ഈശോയുടെ സഹോദരൻ്റെയും സഹോദരിയുടെയും സ്ഥാനം അത് അവകാശമാക്കുകയാണ് ആ വ്യക്തികൾ ചെയ്യുന്നത്. നമ്മുടെ ചിന്താവിഷയം, സ്വർഗസ്ഥനായ പിതാവിന് നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ഒരു ഇഷ്ടമുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. 29-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ഇത് ഓരോ മനുഷ്യനും തിരിച്ചറിയേണ്ട വലിയൊരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മളാരും ജനക്കൂട്ടമല്ല, വ്യക്തിയാണ്. ദൈവത്തെ സംബന്ധിച്ച് ഞാൻ 600 കോടിയിലധികം വരുന്ന ജനങ്ങളിൽ ഒരാളല്ല. ഞാൻ ദൈവത്തിൻ്റെ പൊന്നോമന പുത്രനാണ്, ഞാൻ വ്യക്തിയാണ്. ദൈവം എന്നെ സ്നേഹിക്കുന്നതും വ്യക്തിപരമായിട്ടാണ്. അതുകൊണ്ടാണല്ലോ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ്. നിങ്ങളോടുള്ള സ്നേഹമല്ല, എനിക്ക് നിന്നോടുള്ള സ്നേഹം. അപ്പോൾ ദൈവത്തിന് ഞാൻ കോടിക്കണക്കിന് മനുഷ്യരിൽ ഒരാളല്ല, ഒരാൾ മാത്രമല്ല. പകരം ദൈവത്തെ സംബന്ധിച്ച് ഞാൻ ദൈവത്തിൻ്റെ പൊന്നോമന പുത്രനാണ്. അതുകൊണ്ട് തന്നെ എന്നെക്കുറിച്ച് ദൈവത്തിന് ഒരിഷ്ടമുണ്ട്. ആ ഇഷ്ടത്തോടു കൂടിയാണ് ദൈവം എന്നെ ഇവിടെ സൃഷ്ടിച്ചത്. ഞാൻ എങ്ങനെ വ്യാപരിക്കണം, ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ എന്ത് ചെയ്യണം, ഇതൊക്കെ ദൈവത്തിനൊരാഗ്രഹമുണ്ട് എന്നെക്കുറിച്ച്. ആ ഇഷ്ടത്തിനൊത്ത്, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള സ്വപ്നത്തിനൊത്ത്, ഇഷ്ടത്തിനൊത്ത്, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ആഗ്രഹത്തിനൊത്ത് ഞാൻ ചലിക്കുക എന്നത്, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഇഷ്ടത്തിനൊത്ത്, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾക്കൊത്ത് ഞാൻ ചരിക്കുക, ജീവിക്കുക എന്നത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യവുമാണ്. ഇത്
യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കാണുന്ന ആ വിലാപത്തിൻ്റെ കാരണവും അതുതന്നെയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന വിലാപമുണ്ടല്ലോ. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവരെന്നോട് മത്സരിക്കുന്നു. കാളയ്ക്ക് അതിൻ്റെ ഉടമസ്ഥനെ അറിയാം, കഴുതയ്ക്ക് അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തറിയാം, എന്നാൽ എൻ്റെ ജനം എന്നെ ഗ്രഹിക്കുന്നില്ല. പിന്നെ ഇങ്ങോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് പിതാവിൻ്റെ ഇഷ്ടത്തിനൊത്ത് സ്വയം സമർപ്പിക്കാതെ ജീവിക്കുന്ന മനുഷ്യനെക്കുറിച്ചുള്ള അവിടുത്തെ നൊമ്പരമാണ് ആ തിരുവചന ഭാഗത്ത്. ഇതിനെല്ലാം ഉത്തരമായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സ്വയം സമർപ്പിക്കുന്ന മകൻ. നമ്മളെല്ലാവരും അങ്ങനെ ജീവിക്കേണ്ടവരാണ് എന്നതിൻ്റെ മുൻ ആസ്വാദനവുമാണ് ഈശോയുടെ ജീവിതം. അവൻ രൂപപ്പെട്ടത് ദൈവത്തിൽ നിന്നാണ്. അവൻ ഈ ഭൂമിയിൽ വന്നത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ മാലാഖ പരിശുദ്ധ മറിയത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ മറിയം ചോദിക്കുന്നുണ്ടല്ലോ, ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. ദൂതൻ മറുപടി പറഞ്ഞു. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, അങ്ങനെ നിനക്ക് പുത്രൻ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നാണ് നിന്റെ പുത്രൻ ജനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് രൂപപ്പെട്ടവരാണ്. ഞാനും നിങ്ങളും വിശ്വസിക്കുന്നതും തിരിച്ചറിയുന്നതുമായൊരു സത്യമാണത്. നമ്മൾ ദൈവത്തിൽ നിന്ന് രൂപപ്പെട്ടവരാണ്. എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ ദൈവേഷ്ടപ്രകാരം ദൈവത്തിൽ നിന്ന് കാലത്തിൻ്റെ പൂർണ്ണതയിൽ ഞാൻ ജനിച്ചവനാണ്. അങ്ങനെയെങ്കിൽ ദൈവേഷ്ടപ്രകാരം ദൈവത്തിൽ നിന്ന് ഞാനിവിടെ ജനിച്ചെങ്കിൽ ഞാൻ ജീവിക്കേണ്ടത് ദൈവേഷ്ടപ്രകാരമാണ്. എൻ്റെ ഇഷ്ടപ്രകാരം ഞാനിവിടെ ജനിച്ചെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം. അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളുടെ ഇഷ്ടപ്രകാരം ഞാനിവിടെ ജനിച്ചെങ്കിൽ ഞാൻ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം. ഇത് രണ്ടുമല്ലല്ലോ സത്യം. ഞാൻ ജനിച്ചത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം. ദൈവത്തിൽ നിന്നാണ് എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ രൂപപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ഞാനിവിടെ ജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ചാണ്. അതുതന്നെയാണ് ഈശോ ചെയ്തതും. ലൂക്കാ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കാ സുവിശേഷം 2-ാം അധ്യായത്തിൽ ദേവാലയത്തിൽ വെച്ച് ഈശോയെ കാണാതെ പോകുന്നതും അവസാനം മാതാപിതാക്കൾ ദേവാലയത്തിൽ ഈശോയെ കണ്ടെത്തുന്നതും 48-ാമത്തെ വാക്യത്തിൽ അവനെ കണ്ടപ്പോൾ ഈശോയെ ദേവാലയത്തിൽ തിരികെ കണ്ടുമുട്ടുമ്പോൾ മാതാപിതാക്കൾ ഉത്കണ്ഠയോടെ കർത്താവിനോട് ചോദിച്ചു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഈശോയ്ക്ക് തന്നെക്കുറിച്ച് തന്നെയുള്ള അവബോധം അതായിരുന്നു. ഞാൻ ദൈവത്തിൽ നിന്ന് വന്നവനാണ്, ദൈവത്തിൻ്റെ അഭീഷ്ടപ്രകാരം ഈ ഭൂമിയിൽ ജനിച്ചവനാണ്. അങ്ങനെങ്കിൽ ഞാൻ ജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്താണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അതാണ് ഈശോ പറഞ്ഞത്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കലാണ് ഓരോരുത്തരുടെയും ദൗത്യമെന്ന് ഈ തിരുവചന ഭാഗത്തുകൂടി കർത്താവ് പറഞ്ഞത്. ഇനി കർത്താവിൻ്റെ ജീവിതം മുഴുവനും ഈ ദൈവേഷ്ടത്തിനനുസരിച്ചുള്ള ജീവിതമാണ്. മലയിലേക്ക് കയറി തൻ്റെ ശിഷ്യരെ തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് ആ രാത്രി മുഴുവനും ദൈവേഷ്ടം അന്വേഷിക്കുന്ന കർത്താവിനെ സുവിശേഷകന്മാർ അവതരിപ്പിക്കുന്നുണ്ട്. ആ രാത്രി അവൻ മലയിലേക്ക് കയറി, എന്നിട്ട് ആ രാത്രി മുഴുവനും ദൈവത്തിൻ്റെ അഭീഷ്ടത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു മകൻ. തീരുമാനങ്ങൾ എടുക്കേണ്ടത്
ദൈവേഷ്ടപ്രകാരമാകണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾ അയാളുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കേണ്ടത് കാലഘട്ടം ആവശ്യപ്പെടുന്നത് കൊണ്ടോ സാഹചര്യം അങ്ങനെ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് കൊണ്ടോ മാത്രമല്ല. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഒരാൾ തീരുമാനമെടുക്കേണ്ടതെന്ന് കർത്താവിൻ്റെ ജീവിതശൈലി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഒന്നേ ഉള്ളൂ, നാം ദൈവത്തിൽ നിന്ന് വന്നവരാണ്. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇവിടെ ജീവിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ തീരുമാനം സമ്മർദ്ദത്തിന് വഴങ്ങിയോ സാഹചര്യങ്ങൾക്ക് വഴങ്ങിയോ അല്ല, ദൈവത്തിൻ്റെ അഭീഷ്ടപ്രകാരമായിരിക്കണം. നാം ജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം. കർത്താവ് ജീവിച്ചത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ്. നമ്മൾ മർക്കോസ് സുവിശേഷത്തിൽ നമ്മൾ എത്രയോ വട്ടം ധ്യാനിച്ചിട്ടുള്ള ഭാഗമാണ്. 14:36 33കാരൻ ഒരു ചെറുക്കൻ, ഒരു യുവാവ്, യുവത്വത്തിൻ്റെ എല്ലാ ആവേശങ്ങളും ഉള്ള ഒരു മനുഷ്യൻ ഗെത്സമൻ തോട്ടത്തിലിരുന്ന് നിലവിളിക്കുന്നുണ്ട്. പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം മാറ്റിത്താ. അവൻ്റെ ആഗ്രഹമാണ്. അടുത്ത വാക്യത്തിൽ ദൈവേഷ്ടത്തിന് സമർപ്പിക്കുന്ന ഒരു മകന്റെ ചിത്രമുണ്ട്. എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. പ്രിയപ്പെട്ടവർ, ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെ നാവിൽ നിന്നും വരേണ്ട വാക്യം അതാണ്. മക്കളെ വളർത്തുന്ന മാതാപിതാക്കളാവട്ടെ, ജീവിതത്തിൽ കഷ്ടപ്പാടും യാതനകളും അനുഭവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാവട്ടെ, സന്യാസികളാവട്ടെ, ആരുമായിക്കൊള്ളട്ടെ, സുവിശേഷം പ്രഘോഷണ രംഗത്ത് ജീവിക്കുന്നവരാവട്ടെ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരേ ഒരു വാക്യം ഇതാണ്: പിതാവേ, ദൈവമേ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. കാരണം ഞാൻ അങ്ങയുടേതാണ്, ഞാൻ തന്നെ ഉണ്ടായതല്ല. അതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് ഇഷ്ടങ്ങളില്ല. നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം, അതാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ഈശോ കാണിച്ചത്. പിതാവേ, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. നോക്കണം, ജീവനും മരണത്തിനും ഇടയ്ക്കുള്ള ആ ഒരു ചെറിയ സമയത്ത് പോലും കർത്താവ് ദൈവേഷ്ടത്തിന് കീഴടങ്ങുകയാണ്. അത് കയ്യാഫാസിന്റെ അരമനയിൽ നിൽക്കുമ്പോഴും വിചാരണ നേരിടുമ്പോഴും ഒക്കെ കർത്താവിന് അവബോധമുണ്ട്. എൻ്റെ മേൽ അധികാരം സ്വർഗസ്ഥനായ അപ്പൻ നിനക്ക് തന്നില്ലായിരുന്നെങ്കിൽ നിനക്ക് ഒരധികാരവുമില്ല എൻ്റെ മേൽ. അതുകൊണ്ട് എൻ്റെ മേൽ ഇപ്പോൾ നിനക്ക് അധികാരം തന്നിരിക്കുന്നത് എൻ്റെ അപ്പനാണ്. അതുകൊണ്ട് എൻ്റെ അപ്പൻ്റെ ഇഷ്ടത്തിന് ഞാൻ കീഴടങ്ങുന്നു, ഞാൻ നിനക്ക് വിധേയപ്പെടുന്നു. കാരണം നിനക്കിപ്പോൾ എൻ്റെ മേൽ അധികാരം തന്നിരിക്കുന്നത് സ്വർഗസ്ഥനായ അപ്പനാണ്. ആ ഇഷ്ടത്തിന് ഞാൻ കീഴടങ്ങുന്നു. അങ്ങനെയാണ് വിചാരണ വേളയിൽ കർത്താവ് തൻ്റെ മേലുള്ള കുറ്റാരോപണങ്ങൾക്ക് മുമ്പിൽ, ഒരു കഴമ്പുമില്ലാത്ത കുറ്റാരോപണങ്ങളുടെ മുമ്പിൽ തലകുനിക്കുന്നത്. അപ്പൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നു കൊടുക്കുന്ന മകനെയാണ് നമ്മൾ തിരുവചനത്തിലുടനീളം, ജീവിതത്തിലുടനീളം കണ്ടുമുട്ടുന്നത്. അവസാനം മരണവേളയിലും ചില നിലവിളികളൊക്കെ ഉയരുന്നുണ്ട് കുരിശിൽ. ലാമാ സബക്താനി, ചില നിലവിളികളൊക്കെ ഉയരുന്നുണ്ട്. പക്ഷേ അവസാനം ഒരു കീഴടങ്ങലിൻ്റെ, ആരുടെ മുമ്പിൽ? ഗതികെട്ടവൻ്റെ കീഴടങ്ങളല്ല. പിതാവേ, എൻ്റെ ആത്മാവിനെ അങ്ങേ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുന്നത് ഗതികെട്ടവൻ്റെ കീഴടങ്ങലല്ല, നിവർത്തികെട്ടവൻ്റെ കീഴടങ്ങലല്ലത്. അപ്പൻ്റെ ഇഷ്ടം ഇതാണെന്ന് തിരിച്ചറിയുന്ന മകൻ്റെ രാജകീയമായ കീഴടങ്ങലാണത്. പിതാവേ, അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള, ഈ 33 വയസ്സുള്ള എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള അപ്പൻ്റെ ഇഷ്ടം ഇതാണെന്ന് തിരിച്ചറിയുന്ന മകൻ്റെ രാജകീയമായ കടന്നുപോക്കലാണ്, രാജകീയമായ കീഴടങ്ങലാണ് നമ്മളവിടെ കാണുന്നത്. അങ്ങനെ തുടക്കം മുതൽ ഒടുക്കം വരെ അപ്പൻ്റെ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടത്തിന് മാത്രം കീഴ്വഴങ്ങിയ, ആ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ചുവടുവെച്ച ഒരു മകനാണ് നമ്മളോട് പറയുന്നത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവനാണ് എൻ്റെ അമ്മയും സഹോദരരും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു വലിയ വെല്ലുവിളി ഈ വചനം വയ്ക്കുന്നുണ്ട്. നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ യുക്തി, എൻ്റെ ബുദ്ധി, ഇതെല്ലാം ദൈവം നമുക്ക് തന്നവ തന്നെയാണ്.
പക്ഷെ ഞാൻ എൻ്റെ യുക്തിക്കും എൻ്റെ ബുദ്ധിക്കും മാത്രം കീഴടങ്ങുന്ന ഒരു ജീവിത ശൈലിയാണോ എനിക്കുള്ളത്? അതോ ഞാൻ തിരിച്ചറിയുന്നുണ്ടോ എൻ്റെ ആത്മാവിൽ ഞാൻ തിരിച്ചറിയുന്നുണ്ടോ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം ഇതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, വിശുദ്ധരൊക്കെ കീഴടങ്ങിയത് അങ്ങനെയാണ്. വിശുദ്ധന്മാരൊക്കെ അവരുടെ ജീവിതത്തിൽ കീഴടങ്ങിയത് ദൈവത്തിൻ്റെ ഹിതം ഇതെന്ന് തിരിച്ചറിഞ്ഞ് കീഴടങ്ങിയ പ്രഭുകുമാരനാണ് ഫ്രാൻസിസ് അസീസി കീഴടങ്ങുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം, തന്നെക്കുറിച്ചുള്ള ദൈവഹിതം, ഈ ദാരിദ്ര്യത്തെ മണവാട്ടിയാക്കി സ്വീകരിച്ച ആ ഒരു ജീവിത ശൈലിയിലേക്ക് വരുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ്. ഇങ്ങനെ ഓരോരുത്തരെയും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെക്കുറിച്ചുള്ള ദൈവഹിതം മനസ്സിലാക്കിയവരാണ് അവർ. നമ്മുടെ മുമ്പിലുള്ളൊരു വെല്ലുവിളി, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതികൾക്കനുസരിച്ച് ചുവട് വയ്ക്കാനുള്ള ഒരു കൃപാവരത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ ചുവട് വയ്ക്കുന്ന വ്യക്തിക്ക് തൻ്റെ അമ്മയുടെ അത്രയും വലിപ്പമുണ്ടെന്ന് ഈശോ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മറിയം ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി, അതിന് മാത്രമനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ത്യാഗമെടുത്ത ഒരു സ്ത്രീയുടെ ചിത്രം അതിനകത്തുണ്ട്. അത്ര എളുപ്പത്തിൽ കടന്നു പോകാവുന്ന ഒരു വാക്കൊന്നുമല്ലല്ലോ മറിയം പറഞ്ഞത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ, ദൈവമേ അങ്ങയുടെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് യെസ് മൂളുമ്പോൾ, സമ്മതം മൂളുമ്പോൾ പിന്നീട് സംഭവിക്കാനിരിക്കുന്ന വിപത്തുകൾ, ആ ഒരു സമ്മതം മൂളലിൻ്റെ പേരിൽ മാത്രം പിന്നീട് സംഭവിക്കാനിരിക്കുന്ന വിപത്തുകൾ എത്ര ആഴത്തിലുള്ളതാണ്. വ്യഭിചാരിണി സ്ത്രീ എന്ന് വരെ മുദ്ര ചാർത്തപ്പെടാൻ പോകുന്ന കുറ്റത്തിന് മുൻപിലാണ് ദൈവേഷ്ടം അതായതുകൊണ്ട് അതിന് ആമേൻ പറയുന്നത് മറിയം. പിന്നീട് ഇങ്ങോട്ട് ജീവിതത്തിൽ കാണുന്നതെല്ലാം ഈ ആമേൻ പറച്ചിലാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാണെങ്കിൽ, സ്വന്തം മകനെ ദേവാലയത്തിൽ കണ്ടുമുട്ടുമ്പോൾ മകൻ പറഞ്ഞത് അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ കൂടി അവൻ പറഞ്ഞത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നവൻ പറയുമ്പോൾ അതിന് സമ്മതം കൊടുക്കുന്ന ഒരമ്മയെയാണ് നമ്മൾ കാണുന്നത്. ഏതമ്മയ്ക്കും സ്വന്തം മക്കളെക്കുറിച്ച് ഒത്തിരി കാഴ്ചപ്പാടുകളുണ്ട്. മകൻ്റെ പഠനത്തെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. മകൻ്റെ ജീവിതത്തെക്കുറിച്ചും വിജയത്തെക്കുറിച്ചും മകൻ്റെ സ്റ്റാറ്റസിനെക്കുറിച്ചും മകന് കിട്ടേണ്ട ജോലിയെക്കുറിച്ചും ഒക്കെ ഏതൊരമ്മയ്ക്കും ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. മകൻ്റെ വിവാഹത്തെക്കുറിച്ച് അമ്മയ്ക്ക് സ്വപ്നങ്ങളുണ്ട്. സ്വന്തം സ്വപ്നങ്ങളെയെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് മുമ്പിൽ ഇറക്കി വെച്ച ഒരു സ്ത്രീയാണ് മറിയം. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് തരുന്നൊരു വെല്ലുവിളിയുണ്ട്. ജീവിതത്തിൽ കുടുംബത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും ജീവിത പങ്കാളിയെക്കുറിച്ചും ഒക്കെയുള്ള സ്വന്തം സ്വപ്നങ്ങളെ ഇറക്കി വെക്കണമെന്ന്. ആരുടെ സ്വപ്നത്തിന് മുമ്പിൽ? ദൈവത്തിൻ്റെ സ്വപ്നത്തിന് മുമ്പിൽ ഇറക്കി വെക്കണമെന്ന്. എന്നിട്ട് മക്കളെക്കുറിച്ച് പറയണം, ദൈവമേ നിന്റെ ഇഷ്ടം എൻ്റെ കുഞ്ഞുങ്ങളിൽ നിറവേറട്ടെ എന്ന് സ്വയം ജീവിതത്തെ ഏതു സാഹചര്യത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് മുമ്പിൽ സ്വന്തം ജീവിതത്തെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നത് 33 വയസ്സുള്ള ഒരു മകനെയും കൊണ്ട് തെരുവിലൂടെ വലിച്ചിഴച്ച് കുറ്റവാളി എന്ന് മുദ്ര കുത്തി നാട്ടുകാർ മുഴുവനും കൂക്കി വിളിച്ച്, നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കൂ ആ ചിത്രം. ഈ മകനെയും കൊണ്ട് കൂക്കി വിളിച്ച് നാട്ടുകാരെല്ലാം കൂടി ഇളകി വശായി അവനെ കൊല്ലാൻ കൊണ്ടുപോവാണ്. അടിച്ച് തള്ളിയിട്ട് വലിച്ച് കൊല്ലാൻ കൊണ്ടുപോവാണ്. കുരിശിൻ്റെ വഴികളിൽ ആ മകൻ്റെ മുമ്പിലേക്ക് ഓടിയെത്തണ ഒരു മറിയത്തെ അവതരിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ ഒരമ്മയുടെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു വീണ സമയമാണത്. ഒരു മകനെക്കുറിച്ചുള്ള എല്ലാ സ്വപ്നവും തകർന്നു വീണിട്ട് ദേ മകൻ തെരുവ് പുത്രനായി വലിച്ചിഴക്കപ്പെട്ട ഒരു നാട് മുഴുവനും കൊല്ലവനെ എന്ന് പറഞ്ഞ് കൊണ്ടുപോകണു. കേട്ടാൽ അറയ്ക്കണ സൈസ് കുറ്റങ്ങളാണ് അവൻ്റെ മേൽ ചാർത്തിയിരിക്കുന്നത്. ദേവാലയം ഇളക്കി മറിച്ചവൻ, സമൂഹദ്രോഹി, ദൈവദ്രോഹി, ഇങ്ങനെയൊക്കെയുള്ള
കേട്ടാൽ അറയ്ക്കണ സകല കുറ്റങ്ങളും ചാർത്തി വിധി പ്രസ്താവിച്ച് കൊല്ലാൻ കൊണ്ടുപോകണ ഒരു മകനെ. അവിടെ തകർന്നു വീണത് ഒരമ്മയ്ക്ക് എന്തെങ്കിലും സ്വപ്നം മകനെക്കുറിച്ചുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം തകർന്നു വീണു. പ്രിയപ്പെട്ടവരെ, മറിയം അപ്പോൾ ചെയ്തത് എന്തായിരിക്കും? ഒരു സ്ത്രീ എന്ന വണ്ണം, ഒരമ്മ എന്ന വണ്ണം തൻ്റെ ഉദരത്തിൽ ജനിച്ചു വളർന്ന മകനെക്കുറിച്ച് ആ അമ്മയ്ക്കുണ്ടായിരുന്ന സ്വപ്നങ്ങളെല്ലാം അമ്മ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് മുമ്പിൽ ഇറക്കി വെച്ചു. ഇങ്ങനെ അപഹാസ്യനായി എൻ്റെ മകൻ തീരണമെന്ന് അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ ഞാൻ സമർപ്പിക്കുന്നു. അപ്പോഴും മറിയം ആവർത്തിച്ചു, ഇതാ കർത്താവിൻ്റെ ദാസി. ഇത് നമുക്കൊരു വെല്ലുവിളി തരുന്നുണ്ട്. നമ്മുടെ ഇഷ്ടം നടക്കണമെന്നുള്ള കടും പിടുത്തവും പിടിവാശിയും ഒക്കെയല്ലേ നമ്മുടെ ചില പ്രാർത്ഥനകൾ പോലും. പ്രാർത്ഥനാ സങ്കേതത്തിലേക്കുള്ള നമ്മുടെ ഓടിക്കൂടൽ പോലും നമ്മുടെ ഇഷ്ടം നടക്കാനുള്ള പിടിവാശിയാണ് നമ്മളെ എത്തിക്കുന്നത്. അവിടെ ചെന്ന് നിന്നിട്ട്, അപ്പാ അങ്ങയുടെ ഇഷ്ടം മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് സ്വയം കീഴടങ്ങാനുള്ള ഒരു രീതി തിരുവചനം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മറിയം സ്വർഗത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച സ്വർഗത്തിൻ്റെ പ്രിയ പുത്രിയായിട്ട് മാറി, സ്വർഗത്തിൻ്റെ മണവാട്ടിയായിട്ട് മാറി, സ്വർഗത്തിൻ്റെ മണവാട്ടിയായിട്ട് അവൾ മാറി, സ്വർഗത്തിൻ്റെ പ്രിയപുത്രിയായിട്ട് അവൾ മാറി. ഇന്ന് ലോകത്തിലെ 110 കോടി കത്തോലിക്കർ മാത്രമല്ല, മറ്റു കോടിക്കണക്കിന് ആളുകളുടെ നാവിൽ നിന്നും നന്മ നിറഞ്ഞ അമ്മേ എന്നുള്ള വിളി ഉയരുന്നെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തൻ്റെ ഇഷ്ടത്തെ ഉപേക്ഷിച്ചു എന്ന ഒറ്റ കാരണമാണത്. ഈ പദവി നമ്മൾ ആർജിക്കണമെന്നാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ഇന്ന് ഈ പ്രപഞ്ചത്തെ തന്നെ കീഴ്മേൽ മറിച്ച വ്യക്തിയായിട്ട് കർത്താവായ ഈശോ മിശിഹ മാറിയെങ്കിൽ അതിനും ഒറ്റ കാരണമേ ഉള്ളൂ. അപ്പൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്നും പറഞ്ഞ കുരിശിൽ കൈവിരിച്ച് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞതാണ്. ആ മകൻ സകലരും നോക്കി നിൽക്കെ ഇളിഭ്യനായിട്ട് മരിച്ച ആ മകൻ ഇന്ന് ലോകത്തിൻ്റെ രാജാവായി അനേകം നാവുകളിൽ കർത്താവ് എന്ന നാമമായിട്ട് ആ വ്യക്തി തീർന്നു. ആ വലിയ ഔന്നത്യത്തിലേക്കാണ് കർത്താവ് നമ്മളെയും വിളിക്കുന്നത്, നമ്മുടെ ഇഷ്ടങ്ങളെ ദൈവേഷ്ടത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾക്കൊത്തിരി ഇഷ്ടങ്ങളുണ്ട്. ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, ഞങ്ങളുടെ വീടിനെക്കുറിച്ച്, ഞങ്ങളുടെ ജോലിയെക്കുറിച്ച്, ഞങ്ങളുടെ മക്കളെക്കുറിച്ച്, ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച്. ഞങ്ങളുടെ ഇഷ്ടങ്ങളെ, വ്യക്തിപരമായി ഞങ്ങളുടെ ഇഷ്ടങ്ങളെ അങ്ങയുടെ ഇഷ്ടത്തിന് മുമ്പിൽ സമർപ്പിക്കാനും കീഴടങ്ങാനും ഉള്ള വലിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. മാതാവേ, അങ്ങനെ തുടക്കം മുതൽ ഒടുക്കം വരെ സ്വന്തം ഇഷ്ടം മാറ്റിവെച്ചിട്ട് ദൈവഹിതത്തിന് കീഴ്വഴങ്ങിയ അമ്മേ, അവിടുത്തെ പുത്രനെ പോലെ ഞങ്ങൾക്കും അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് എപ്പോഴും പറയാൻ, ഞങ്ങളുടെ ഇഷ്ടം മാറ്റിവെക്കാൻ ഉള്ള വലിയ കൃപാവരം കിട്ടാൻ വേണ്ടി മാതാവ് പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.